ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന് സ്വർഗീയമായ ആരാധന എന്താണ് എന്ന് വ്യക്തമായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദൈവം പറഞ്ഞത് അത് സഭയെ പഠിപ്പിക്കണം എന്ന് വെളിപ്പാട് പുസ്തകത്തിലുണ്ടത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയേക്കുന്നത്: നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എഴുതുക. എന്തിനാണ് ഇത് എഴുതുന്നത്? ആർക്ക് എഴുതണമെന്ന് വെളിപ്പാട് പുസ്തകം 2:1 പറയുന്നു, എഫേസോസിലെ സഭയ്ക്ക് എഴുതുക. 2:8 പറയുന്നു, സ്മൂർണയിലെ സഭയ്ക്ക് എഴുതുക. 2:12 പറയുന്നു, പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. 2:18 പറയുന്നു, തുയദൈരയിലെ സഭയുടെ ദൂതന് എഴുതുക. 3:1 പറയുന്നു, സിർദിസിലെ സഭയുടെ ദൂതന് എഴുതുക. 3:7 പറയുന്നു, ഫിലാദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക. 3:14 പറയുന്നു, ലിവോദ്യക്കയിലെ സഭയുടെ ദൂതന് എഴുതുക. എന്ന് പറഞ്ഞാൽ 7 സഭകൾക്ക് എഴുതുക. ചുമ്മാ എഴുതിയാൽ മതിയോ? എഴുതണം, പഠിപ്പിക്കണം, അതനുസരിക്കണം. എഴുതണം, പഠിപ്പിക്കണം, അനുസരിക്കണം. എന്ന് പറഞ്ഞാൽ സഭയിൽ അത് വായിക്കണം, അത് കേൾക്കണം, അത് പഠിക്കണം, അത് ചെയ്യണം. സഭയിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് വായിച്ച് കേൾപ്പിക്കണം, വായിക്കണം, ഇരിക്കുന്ന ജനം അത് കേൾക്കണം, പഠിപ്പിക്കണം, അതനുസരിക്കണം, ചെയ്യണം. ഈ 4 കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെ എഴുതിയേക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സഭകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വചനം എടുത്ത് എന്നതെങ്കിലും അങ്ങേർക്ക് തോന്നുന്ന പോലെ അങ്ങനെ വ്യാഖ്യാനിക്കും. കുറേ പേർ അവിടെ ഇരുന്ന് ഹയ്യട ഹയ്യാന്ന് വെക്കുന്നുള്ളതല്ലാതെ ഈ പറയുന്നത് എന്നാന്ന് കേൾക്കുന്ന പോലുമില്ല. ഇത് വായിക്കണം, കേൾക്കണം, പഠിപ്പിക്കണം, അതനുസരിക്കണം, അല്ല ചെയ്യണം. ഇന്നത്തെ സഭകളിൽ ഭൂരിഭാഗം സഭകളിൽ ഈ ദൈവവചനം പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. ദൈവം പറയുന്ന പ്രകാരമാണോ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ ശുശ്രൂഷകർക്ക് പോലും കഴിയുന്നില്ലെന്നുള്ളതാണ് പ്രധാന വിഷയം. എന്നുവെച്ചാൽ അവരൊരു പരിപാടി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, ഒരു കോമൺ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു മിനിമം പരിപാടി. ചില സഭകളിൽ തമിഴ് സിനിമ പോലെയാണ്. തമിഴ് സിനിമയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പഴയകാല തമിഴ് സിനിമയിൽ ഒരു പാട്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡാൻസ്, പിന്നെ ഒരു കോമഡി, അത് കഴിഞ്ഞൊരു ഇടി. ഒരു പാട്ട്, ഒരു കോമഡി, ഒരു ഇടി. ഒരു പാട്ട്, ഡാൻസ്, ഒരു കോമഡി, ഒരു ഇടി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ സഭകളിലെല്ലാം അങ്ങനെയാണ്. ഒരു പാട്ട്, പിന്നെ ഒരു അന്യഭാഷ, ഒരു ചാട്ടം തുള്ളൽ, പിന്നെ ഒരു സ്റ്റണ്ട്. മിക്കവാറും ഈ സഭയ്ക്കകത്ത് വെച്ച് നടക്കുന്നില്ലെന്നേ ഉള്ളൂ. സ്റ്റണ്ടും അത്യാവശ്യം ഇതിനകത്ത് ഉണ്ട്. പരസ്യമായിട്ട് വളരെ കുറവാന്നേ ഉള്ളൂ, പക്ഷേ രഹസ്യത്തിൽ ആവശ്യത്തിന് സ്റ്റണ്ടും ഉണ്ട്. ഇതിങ്ങനെ മാറി 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 മിക്കവാറും പറയുന്ന ഒരു പാട്ട് പാടിയിട്ട് പിന്നെ കുറേ കിടന്നങ്ങ് ബഹളം വെക്കുക. എന്നത്തിനാണ് ബഹളം വെക്കുന്നതെന്ന് വെച്ചവർക്കും അറിയത്തില്ല, വെപ്പിച്ചവർക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അത് ബൈബിളുമായിട്ട് ഇനി യാതൊരു ബന്ധവും ഇല്ല താനും. എന്നിട്ട് പറയും ഞങ്ങളിതായതിൽ അഭിമാനിക്കുന്നെന്ന്. അപ്പോൾ ആ ശുശ്രൂഷകൻ നിശ്ചയിക്കുന്ന ഒരു പരിപാടി, ഒരു പാട്ട്, ഒരു സ്തുതി, ഒരു ചാട്ടം, ഒരു പാട്ട്, ഒരു സ്തുതി, ഒരു ചാട്ടം, അങ്ങനെ ഒരു 3 പാട്ട്, 3 സ്തുതി, 3 ചാട്ടം കഴിയുമ്പം ആരാധന കഴിഞ്ഞു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിനകത്ത് അങ്ങനെ അല്ല ഇത് പറയുന്നത്. എന്താണ് സംവിധാനമെന്ന് ദൈവം പറയുന്നുണ്ട്. ദൈവം പറഞ്ഞ അളവിലല്ലെങ്കിൽ ഇതിനൊന്നും കൂലിയൊന്നുമില്ല. ചുമ്മാ കിടന്ന് ചാടാവുന്നേ ഉള്ളൂ. ചാടുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ സുഖം കിട്ടിയെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. യെശയ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യെശയ്യാവ് 5, അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞും ഉണ്ട്. എങ്കിലും യഹോവയുടെ പ്രവൃത്തി അവർ ശ്രദ്ധിക്കുന്നില്ല, അവിടുത്തെ കൈവേലയെപ്പറ്റി അവർ ചിന്തിക്കുന്നതുമില്ല. വിരുന്നുകളിൽ കിന്നരവും തപ്പും കുഴലും വീഞ്ഞും ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കീബോർഡുണ്ട്, റിതംപാടുണ്ട്, ഗിത്താറുണ്ട്, ബാക്കി പല പല കിടിപിടി സാധനങ്ങളും ഉണ്ട്, വീഞ്ഞും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കിടന്ന് കളിക്കുന്നതെന്നാണ് ഇതിനകത്ത് മനസ്സിലാകുന്നത്. എന്നാൽ യെശയ്യാവിൻ്റെ 58:4 പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന ഇതാ കലഹത്തിനും വാഗ്വാദത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് ഇടിക്കുവാനുമായി നിങ്ങൾ ഉപവസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കപ്പെടുവാൻ തക്കവണ്ണം അല്ല,
നിങ്ങളൊന്ന് ഉപവസിക്കുന്നത്? ദൈവത്തിന് ഈ കാണുന്ന പരിപാടിയോടൊന്നും വലിയ അഭിപ്രായമില്ലെന്നാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. എന്നിട്ട് പറയാം, യെശയ്യാവ് 29-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം എന്നാന്ന് പറയുന്നറിയോ? അപ്പോൾ യഹോവ അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനം, ഈ ജനം അധര സേവയാൽ എന്നോട് അടുത്ത് വരികയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷ കൽപ്പനകളിൽ നിന്ന് പഠിച്ചതത്രേ. ഈ ജനം അധര സേവയാൽ എന്നോട് അടുത്ത് വരികയും, ഭയങ്കര അന്യഭാഷയൊക്കെ കാണും, റിപ്പ റിമ്പായും അയ്യട ഹീയടയും എല്ലാം കാണും, ഒക്കെ എന്നെ ബഹുമാനിക്കുകയും ചെയ്യും, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക കൽപ്പനകളിൽ നിന്ന് പഠിച്ചത് എത്രേ. ഇതെല്ലാം കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ചില മതങ്ങൾ ഇത് പ്രാർത്ഥനയെല്ലാം എഴുതി വച്ചിരിക്കുക. ചില പെന്തക്കോസ് വിഭാഗങ്ങൾ ഇവർക്കിത് കാണാതെ തന്നെ അറിയാം, എഴുതേണ്ട കാര്യമൊന്നുമില്ല, ഇവരങ്ങ് തുടങ്ങുക ഇവർ പഠിച്ചു വെച്ച രീതിയിൽ തന്നെ. ഇതെല്ലാം പറയുന്നത് ഹൃദയം അവിടെയെങ്ങുമില്ല, ഹൃദയം അകന്നിരിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവരെ സൗഖ്യമാക്കാതിരിക്കേണ്ടതിന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയേക്കുന്നത്. അവിടുത്തെ കൈവേലയെപ്പറ്റി അവർ ചിന്തിക്കുന്നതില്ല, യഹോവയുടെ പ്രവൃത്തികളെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല. ഞാൻ അവരെ സൗഖ്യമാക്കാതിരിക്കാൻ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ഇത് ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ശതമാനം ശുശ്രൂഷകർക്കും നല്ലൊരു ശതമാനം വിശ്വാസിക്കും രോഗങ്ങളാണ്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഈ കേരളത്തിലെ അറിയപ്പെടുന്ന വലിയ ആശുപത്രികൾ, വലിയ മിഷൻ ആശുപത്രികൾ, വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൻ്റെ വാതക്കലോട്ട് പോയാൽ അതിൻ്റെ വാതക്കലെല്ലാം ഇരിക്കുന്നതിൽ 90% സെൻട്രൽ പാസ്റ്റർമാരാണ്, അവരുടെ ഭാര്യമാരാണ്. അത് നോക്കിക്കോ. അപ്പോളോ ഉൾപ്പെടെയുള്ള വൻകിട ആശുപത്രികളുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ ഒന്നാംകിട ഡോക്ടർമാരുടെ മുമ്പിൽ പോയിരിക്കുന്നതിൽ നല്ലൊരു ശതമാനം ആളുകൾ ആരാന്ന് ചോദിച്ചാൽ ഈ ബൈബിളും കൊണ്ട് നടക്കുന്ന ആളുകളാണ്, വിശ്വാസികളാണ്. ഇവിടെ പറയുന്നത് ഞാൻ അവരെ സൗഖ്യമാക്കാതിരിക്കേണ്ടതിന് ഈ അധരസേവയായിട്ട് ഇറങ്ങിയേക്ക് റിക്കോറിയുമ്പോൾ എല്ലാം പറയുമ്പോൾ തന്നെ രോഗം കാരണം ഒരു അവസ്ഥയില്ലെന്നുള്ള അറിയപ്പെടുന്ന രോഗശാന്തി ശുശ്രൂഷകനും അതികഠിനമായ സ്റ്റിറോയിഡ് അടിക്കുന്ന ആളാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഓരോ സൗഖ്യം വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ കഠിനമായ മരുന്ന് കഴിക്കുന്നവർ. അപ്പോൾ ഇതൊക്കെ എന്തൊരു തട്ടിപ്പാണ്, എന്തൊരു വെട്ടിപ്പാണ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ആരാധനയുടെ അളവ് തെറ്റിയപ്പോൾ സംഭവം ആശുപത്രിയിലെ മരുന്നിൻ്റെ അളവിലേക്ക് മാറി. ആരാധനയുടെ അളവ് തെറ്റിയപ്പം ആശുപത്രിയിലെ മരുന്നിൻ്റെ അളവിലേക്ക് മാറേണ്ടി വന്നു. ദൈവത്തിൻ്റെ അളവ് മാറ്റിയത് കൊണ്ട് ഡോക്ടർമാരുടെ അളവിലേക്ക് മാറേണ്ടി വന്നു. ദൈവം പറഞ്ഞ് അറുത്ത് ഭക്ഷിക്കുക, ഡോക്ടർ പറഞ്ഞ് തൊട്ട് പോയേക്കരുത്. ദൈവം പറഞ്ഞ് ഈ ഭൂമിയിലുള്ളതൊക്കെ നിനക്ക് ഭക്ഷിക്കാം, വചനത്തിൻ്റെ വ്യവസ്ഥയിലുള്ളത്. ഡോക്ടർമാർ പറഞ്ഞ് ഒറ്റ ഒരെണ്ണത്തിലും തൊട്ടേക്കരുത്. ഇപ്പോൾ അവസാനം വന്ന് ദൈവത്തോട് പറഞ്ഞ് ഇപ്പം നീ ഒന്നും പറയണ്ട, അയ്യോ നീ എന്ന് പറയാൻ പറ്റിയല്ല, അങ്ങൊന്നും പറയണ്ട, ഞങ്ങളോട് ഞങ്ങളുടെ ദൈവം ഡോക്ടർ പറഞ്ഞോളും. ഡോക്ടർ പറഞ്ഞു അത് ചെയ്തോ, ഇത് ചെയ്തോ, ഇങ്ങനെ ചെയ്തോ, അങ്ങനെ ചെയ്തോ. അവസാനം ഈ ഞായറാഴ്ച വന്നിട്ട് വെള്ളിയാഴ്ച വന്നിട്ട് അല്ലെ മീറ്റിങ്ങുകളിൽ വന്നിട്ട് ബൈബിള് പറയുന്നതല്ല ഇപ്പം നടക്കുന്നത്. ഇപ്പോൾ ഇവർ ഈ കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഈ കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായി ദൈവത്തിന് അതിനകത്ത് ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. ദൈവത്തിന് ബന്ധമില്ലാത്തത് കൊണ്ട് വാക്ക് പറച്ചിലിൽ മാത്രമായിട്ട് മാറി ദൈവം സൗഖ്യമൊട്ട് നൽകുന്നുമില്ല. ദൈവം സൗഖ്യം നൽകാത്തത് കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം ആരാധനയ്ക്ക് അളവുകൾ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് ദൈവ ആരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊന്നും ആരാധിക്കുന്നവരെ സംബന്ധിച്ച് അവർക്കിതൊന്നും ഒരു വിഷയമേ അല്ല. അവർ പറയുന്നത് അവരവരുടെ രീതിയിൽ അവർ കിടന്ന് ചാടുന്നതാണ് അവരുടെ ആരാധന. ആ ആരാധനയെ ദൈവം അംഗീകരിക്കുകയും ചെയ്യണം. ഈ വെളിപ്പാട് പുസ്തകം 4:11 പറയുന്നു, ഞങ്ങളുടെ കർത്താവും ദൈവമേ, അങ്ങ് മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. എന്തെന്നാൽ അങ്ങ് സകലത്തെയും സൃഷ്ടിച്ചു, അവിടുത്തെ ഇഷ്ടത്താൽ അവ ഉത്ഭവിക്കുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇടും.
അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു, 4 ജീവികൾ ഓരോന്നിനും 6 ചിറകും ചുറ്റിലും അകത്ത് നിറയെ കണ്ണുകളുമുണ്ട്. അവർ രാപ്പകൽ ഇടപെടാതെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനുള്ളവനുമായ സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നേക്കും ജീവിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും അർപ്പിക്കുമ്പോഴെല്ലാം 24 മൂപ്പന്മാരും സിംഹാസനത്തിൻ്റെ മുമ്പിൽ വീണ എന്നേക്കും ജീവിക്കുന്നവനെ നമസ്കരിച്ചു, സാഷ്ടാംഗം നമസ്കരിച്ചു. അത് പക്ഷേ വിശ്വാസിക്ക് ഇതുവരെ കാര്യം മനസ്സിലായില്ലെന്നുള്ള സത്യം. അങ്ങനെയാണെങ്കിൽ ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അളക്കുമ്പോൾ ഈ ചാട്ടവും തുള്ളലും ഒന്നും ദൈവം അളക്കുകയല്ല, അത് അവസാനം പണിയായിട്ട് മാറും എന്ന് നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരെയും അവരുടെ ഹൃദയങ്ങളെ ദൈവം തുറന്നു കൊടുക്കണമേ. സ്വർഗീയമായ ആരാധനയുടെ നിഴൽ ഭൂമിയിൽ അങ്ങനെ ആരാധിക്കുവാൻ ദൈവമേ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ. ഞാൻ പഠിച്ചതാണ് സത്യം, അതിനപ്പുറത്തൊരു സത്യം പാടില്ല എന്നുള്ള ധാരണയിലുള്ള യാത്രകൾ ദൈവം തടയണമേ. ദൈവം ഹൃദയം തുറന്നു കൊടുക്കണമേ, വിടുതലാകണമേ. അങ്ങ് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.